Ladies and gentlemen, this is Adarsh and welcome to my comedy. മഞ്ജു ചേച്ചി മഞ്ജു വാര്യരുടെ ഒരു സ്പൈ ത്രില്ലർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തമിഴ്നാട്ടിലെ ദുരന്തർ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറങ്ങിയ ശേഷം സുരേന്ദർ എന്ന് മാറ്റി പറഞ്ഞു. അപ്പൊ മനസ്സിലാക്കാലോ. സോ ഇതിന്റെ ഡയറക്ടർ കുറെ ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ന്യൂക്ലിയർ ബോംബിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഈ പടം ന്യൂക്ലിയർ ബോംബാണ്. അണ്ണൻ വാർണിംഗ് തന്നു, നമ്മളോ ശ്രദ്ധിച്ചില്ല. അതേപോലെ എഴുതി കാണിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നടന്ന കുറച്ച് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പടമാണ്. അതായത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറച്ച് സിനിമ ദുരന്തർ, പത്താൻ, അതേപോലെ വാർ 2 ഇതിനൊക്കെ കുറെ സാധനങ്ങൾ ഞങ്ങൾ ചുരണ്ടിയിട്ട് ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. നമുക്ക് മനസ്സിലായോ? ഇല്ല, പടം കഴിഞ്ഞാൽ മനസ്സിലാവും. സോ മഞ്ജു വാര്യര് ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ടാഗ് വിട്ടിട്ട് ലേഡി ബോംബ് സ്റ്റാർ അതിനു വേണ്ടി മത്സരിക്കുകയാണ് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇജാതി കാട്ടവരാധത്തിലൊക്കെ കയറി അഭിനയിക്കൂ. ആള് മറ്റേ റോഡ ഡയറക്ടറാണ്, ഇന്ദിര വർമ്മ. ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ ഒരു സ്പൈ ത്രില്ലറില് റോഡ ഡയറക്ടറൊക്കെ പോയിട്ട് വില്ലന്മാരെ അടിച്ചിടുന്നത് കാണുന്നു. യൂഷ്വലി അവർ ഇൻസ്ട്രക്ട് ചെയ്യുക, ഇത് ചേച്ചി എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. ബട്ട് ആക്ച്വലി ആ ഒരു ആക്ഷൻ സീക്വൻസ് മഞ്ജു വാര്യർ മാത്രമേ ഈ സിനിമയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൂ. വൺ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ആര്യ ഉണ്ട്, ഗൗതം കാർത്തിക് ഉണ്ട്, മഞ്ജു വാര്യർ ഉണ്ട്, ശരത് കുമാർ ഉണ്ട്, അനഘയുണ്ട്, അതുല്യ രവി ഉണ്ട്. എന്നിട്ടോ പണി വെച്ചിരിക്കുന്നത് അൺസഹിക്കബിൾസ് ആണ്. മിസ്റ്റർ എക്സിന് പകരം വേട്ടാവളിയന്മാരുടെ ചന്ത അതായിരുന്നു ഈ സിനിമയ്ക്ക് ഇടാൻ പറ്റിയ പേര്. ഒക്കെ കോമാളികളാണ്. ഒരു സ്പൈ ത്രില്ലർ കാണുമ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും കമ്പയർ ചെയ്യുന്നത് ദുരന്തർ ആയിട്ടാണ്. കാരണം ദുരന്തർ ഒരു ബെഞ്ച് മാർക്കായി മാറി. 4 മണിക്കൂറോളം ഡ്യൂറേഷൻ ഉണ്ട്, ഒട്ടും ബോറടിപ്പിക്കാത്ത പടം. 2.5 മണിക്കൂർ 10 ദിവസം പോലെയാണ് ഇത് കണ്ടപ്പോ തോന്നിയത്. ഓരോരുത്തരുടെ ഇൻട്രോ. ആര്യ ഇതില് മറ്റേ റോഡ ഒരു ടീം ലീഡറാണ്. അക്വാമെൻ ആണ് ഇതിൽ. സുനാമി ഉണ്ടായാലും അണ്ണന് വെള്ളത്തിന്റെ അടിയിൽ കിടക്കാൻ പറ്റുന്ന ബിസിനസ് മാൻ എന്നാണ് കോഡ് നെയിം. ഈ ഹവാല, മണി ലോണ്ടറിങ് ഇതൊക്കെ തടുക്കാനാണ് അണ്ണനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മണി ലോണ്ടറിങ്ങിന്റെ ലീഡറായിട്ട് കാണിക്കുന്നത് സ്റ്റണ്ട് സിൽവ. ആ ഒരൊറ്റ മൊമെന്റിൽ മനസ്സിലായി ഈ സിനിമയുടെ ക്വാളിറ്റി. സ്പൈ ത്രില്ലർ വന്നിട്ട് സ്പൈയും ഇല്ല, ത്രില്ലറും ഇല്ല. തൊലിഞ്ഞ പ്രേമം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ മറ്റേ അനഘയെ കണ്ടപ്പോ ഡോക്ടർ യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, തൊലി ഉരിഞ്ഞു പോയി. കണ്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. ഒരു തൊലിഞ്ഞ പ്രേമം. എന്തിനാടെ സ്പൈ ത്രില്ലറിൽ പ്രേമവും കോപ്പൊക്കെ? ആൻഡ് താഴെയുള്ള ഓഫീസർ മുകളിലുള്ള ഓഫീസറിനെ വിളിക്കണം അണ്ണാന്ന്, റോയല്. ഇതൊക്കെ ഏത് യൂണിവേഴ്സില്? ആൻഡ് ഇതിലത്തെ റോയിലെ പകുതി ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടാ തോന്നുന്നത്, റോ ഓഫീസർ ആയിട്ട് തോന്നുകയില്ല. എവിടുന്ന് കിട്ടിയുടെ ഇതിനൊക്കെ? ഈച്ച് ആൻഡ് എവറി ട്വിസ്റ്റ് പ്രഡിക്റ്റബിൾ ആണ്. പടം കഴിഞ്ഞാലും ട്വിസ്റ്റ് കഴിയില്ല. അതായത് നാട്ടുകാർ ഉയരെടുത്തിട്ട് ഞങ്ങൾക്ക് മതിയായില്ല. ഗൗതം കാർത്തിക് ഉണ്ട്, നായകൻ കോമാളി, വില്ലൻ പീക്ക് കോമാളി. അമരൻ ഹിജാതി കോമാളി. ശരിക്കും പറഞ്ഞ കോമാളി പ്രോ മാക്സ് ആയിരുന്നു ഇതിൽ മറ്റേ ഗൗതം കാർത്തിക്കിന്റെ ക്യാരക്ടർ. അൺസഹിക്കബിൾ. ഇതിൽ ഫസ്റ്റ് ഹാഫ് ഒന്നും സഹിക്കാൻ പോലും പറ്റില്ല. മറ്റേ പ്രേമത്തിന് വേണ്ടിയിട്ട് മറ്റേ മഞ്ജു വാര്യർക്ക് റെസിഗ്നേഷൻ അയക്കുകയാണ് മറ്റേ ആര്യം. എനിക്ക് ഇനി റോളിൽ തുടരാൻ പറ്റില്ല, എനിക്ക് അനഘയായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണ പണി വെച്ചിരിക്ക. എന്നാൽ ഈ സിനിമയിൽ ലോജിക്കേ നോക്കാൻ പാടില്ല. ഒരു മിഷൻ, അതിനൊരു പ്ലാനിങ്, അതൊന്നുമില്ല. റഷ്യത്തെ 150 പേര് വന്നിട്ട് എന്തെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അണ്ണൻ എത്തും. എങ്ങനെ എത്തി, എന്തിനെത്തി, അതൊന്നും ചോദിക്കരുത് കേട്ടാ. എത്തി എല്ലാത്തിനും കൊല്ലും. ഈ മറ്റേ പണ്ടത്തെ പടങ്ങളില്ലേ, ഹീറോന് ഒരു തുള്ളി ബുള്ളറ്റോ അല്ലെങ്കിൽ ഒരു തുള്ളി ചോര ഹീറോന്റെ മേത്തുനിന്ന് വരില്ല, എന്ന വില്ലന്മാരൊക്കെ ചാവും. ആ സാധനമാണ് 10 കൊല്ലം മുമ്പ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ പടം പൊട്ടിയിട്ടുണ്ടാവും. ഒരു അവിഞ്ഞ സാധനോടെ. ആൻഡ് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഈ മറ്റേ ഉസൈൻ ബോൾട്ടിനെ കൊണ്ടുവന്നിട്ട് റേസി സ്ക്രീൻ പ്ലേ ഒക്കെ വെച്ചിട്ട് കിടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ കുട്ടി ചത്തു. ആ കുട്ടിക്ക് സെക്കൻഡ് ഹാഫില് ജാതകം എഴുതിയിട്ട് എന്തിനാണ്? ഫസ്റ്റ് ഹാഫില് വില്ലന്റെ ഒപ്പം നിന്ന പെണ്ണ് സെക്കൻഡ് ഹാഫില് മാതൃസ്നേഹം, മാതൃഭൂമി പറഞ്ഞിട്ട് ഹീറോന്റെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓയോ, അതൊക്കെ അൺസഹിക്കബിൾ സാധനം. ഒരു സ്ഥലത്ത് റോന്റെ ഡയറക്ടർ പോയിട്ട് കുറെ ജാപ്പാനീസ് ഗുണ്ടകളെ ചവിട്ടിയിടുന്നുണ്ട്. മറ്റേ സ്ഥലത്ത് ഈ 2 കോമാളികൾ തമ്മിൽ ഫൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദേവരയിൽ ഒരു ഫൈറ്റ് ഇല്ലേ, സെയ്ഫ് അലി ഖാനും ജൂനിയർ NTRും ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ രാത്രി ആവണത് അറിയില്ല, പകലാവണത് അറിയില്ല, ദിവസം പോണത് അറിയില്ല പറഞ്ഞിട്ട് ആ സാധനം.
ഒക്കെ അടിച്ച് പരിപ്പിളകി ഉണ്ടാവും, വീണ്ടും അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ മറ്റേ സൈഡിൽ വില്ലെത്തി, രണ്ട് വില്ലെത്തി, നന്മയുള്ള വില്ലെത്തിയും അതേപോലെ തിന്മയുള്ള വില്ലെത്തിയും തമ്മിൽ അടി. ശരത് കുമാർ ആണ് ഇതിൽ മിസ്റ്റർ എക്സ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ തോന്നുന്നു, ചിരിയാണ് വരുന്നത്. എന്നിട്ട് മിസ്റ്റർ എക്സ് ഇത്ര ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അങ്ങനെയാണ് ഇത്ര വില്ലൻ. ഈ സിനിമയുടെ ഡയറക്ടറാണ് അടുത്ത ചിയാൻ വിക്രത്തിനെ വെച്ചിട്ട് ഒരു 3 പാർട്ടുള്ള ഒരു പടം എടുക്കാൻ പോകണമെന്ന് പറയണേ. റൂമേഴ്സ് ആണ്, അറിയില്ല. അല്ലെങ്കിൽ ചിയാൻ വിക്രത്തിന്റെ ചീത്തപ്പേരാണ്, അങ്ങേന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ശരിയല്ല പറഞ്ഞിട്ട്. അണ്ണ ഈ ജാതി പടത്തിലൊന്നും കേറി ചാടല്ല അണ്ണ. മഞ്ജു വാര്യർക്ക് എന്തടേ തമിഴ് സിനിമ പറയുമ്പോ ഒക്കെ ബോംബാണ് വരുന്നത്. വേട്ടയാൻ, മറ്റേ വിടുതലൈ പാർട്ട് 2, ഇപ്പൊ ഈ പടം. ഷി വാസ് നൈസ്. ഈ സിനിമയിൽ ആകെ പോസിറ്റീവ് മഞ്ജു വാര്യരായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ചാടിയതൊരു ചാണാക്കുഴിയിലാണ്. അൺസഹിക്കബിൾ ആയിരുന്നു. സോ ഈ സിനിമ 2-2.5 മണിക്കൂറുണ്ട്. ചിലർക്ക് ഇതൊക്കെ വൻ കിടു പടമായിട്ട് തോന്നും. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.